നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസസ്, ഫൈനാൻഷ്യൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വെൽത്ത് മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും പറയുക. നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ടോപ്പിക്ക് ആലോചിച്ചപ്പം സൊസൈറ്റി ഡെപ്പോസിറ്റ്സ്, ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുണ്ടാവും. അത് നമ്മുടെ സ്റ്റേറ്റിൽ കേരളയിൽ കുറച്ച് കൂടുതലായിരിക്കും ആ സൊസൈറ്റിയുടെ എണ്ണവും നമ്പർ ഓഫ് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഒക്കെ കാര്യം ഇതൊക്കെ. പക്ഷേ അപ്പോഴും അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് രീതികളൊക്കെ നോക്കുമ്പോഴത്തേനും അതൊട്ടും ഒരു സുതാര്യമായ രീതിയിലാണെന്ന് തോന്നുന്നില്ല. കാര്യം ഈ ഡെപ്പോസിറ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സ് തന്നെ പറയാറുള്ളത് പല ആൾക്കാരും കാശ് പോയ കാര്യങ്ങളാണ് കൂടുതൽ പറയാറുള്ളത്. എന്നാലൊരു 0.5%, 0.25% കൂടുതൽ കിട്ടും. ഡോക്യുമെൻ്റ് കൊടുക്കണ്ട, പിന്നെ എന്താണ് ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്നൊക്കെ ഉള്ള ഒരു ധൈര്യത്തിലാണ് ഇങ്ങനെ പോയി കൂടുതലും ഡെപ്പോസിറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ സാധാരണ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുച്ഛമായ പൈസകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടാക്സബിൾ ഇൻകം ഒന്നും ഇല്ലാത്ത ആൾക്കാർ പോലും അവിടെ ഈ സൊസൈറ്റികളിലൊക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാണാറുണ്ട്. ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാര്യം പലരും ഈ ഇടയ്ക്ക് തന്നെ ഈവൻ ട്രിവാൻഡ്രത്തിൻ്റെ മാത്രം കേസ് പറഞ്ഞാൽ ഒരു സിറ്റിയിലെ പ്രാന്ത പ്രദേശത്തുള്ളൊരു 1-2 സൊസൈറ്റികൾ ഈ ഡിസംബറിൽ തന്നെ 2024 ഡിസംബറിൽ തന്നെ ക്ലോസ് ചെയ്തതായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കാത്ത കേസുകൾ, ആരാണ്ട് മരിച്ചുപോയി ശവമായിട്ട് അവിടെ ചെന്ന് സമരം ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് ഇങ്ങനെയൊക്കെ നടന്നിട്ട് പോലും ആൾക്കാർ പിന്നെ എന്തുകൊണ്ട് അവിടെയൊക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആരാ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പൊളിറ്റിക്സിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഒരു കോൺട്രവേഴ്സ്യൽ ആവാൻ സാധ്യതയുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ നാഷണലൈസ്ഡ് ബാങ്കുകൾ, എന്തോരം ബാങ്കുകളെല്ലാം ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്. അപ്പം എന്നാലും ഈ തുച്ഛമായ ഒരു ഇൻട്രസ്റ്റിൻ്റെ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഹൈ റിസ്ക് എടുത്ത് എന്തിനും ആൾക്കാർ ചെയ്യുന്നു. അങ്ങനെ ഉള്ളവർക്ക് എന്തുകൊണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള അതിൽ ഇക്വിറ്റി അലൊക്കേഷനുള്ള ഇക്വിറ്റി ഫണ്ടുകളിലോ ഈവൻ ഗോൾഡ് ഫണ്ടുകളൊക്കെ ഉണ്ട്. അതിൽ ഈ ബാങ്കിൽ FDനേക്കാൾ കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നുണ്ട്. എന്നാൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി വളരെ കൂടുതലാണ് മലയാളികളുടെ ഇടയിൽ, കേരളത്തിലുള്ള ആൾക്കാർ എസ്പെഷ്യലി. മലയാളികളെന്ന് പറയുന്നില്ല, കേരളത്തിൽ നിൽക്കുമ്പോഴാണ് അത് കൂടുതൽ താല്പര്യം തോന്നുന്നത്. അപ്പോൾ അവർ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെയൊക്കെ പിന്നെ എന്താണ് ഇക്വിറ്റി പോലത്തെ അസറ്റ് ക്ലാസ്സുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാണാറുണ്ട്. ബോണ്ടുകളിൽ, കടപ്പത്രങ്ങൾ, NCDs, ഡിബഞ്ചേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്, IPOs അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ അങ്ങനത്തെ പല ഡൈവേഴ്സ് വെന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാണാറുണ്ട്. പക്ഷേ ഈ ഒരു നമ്മുടെ സൊസൈറ്റിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കൺസർവേറ്റീവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ്. എന്നാൽ ഏറ്റവും ഹൈ റിസ്ക് കാറ്റഗറിയിലായിട്ടുള്ള തിരിച്ച് പൈസയെ കിട്ടാൻ, ക്യാപിറ്റൽ പോലും തിരിച്ച് കിട്ടാൻ സാധ്യതയില്ലാത്ത സൊസൈറ്റികൾ പോലത്തെ സ്ഥലങ്ങൾ, മീൻസ് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ സൊസൈറ്റികളിലും പറഞ്ഞ പല സൊസൈറ്റികളിലും ഒരു ബാക്കപ്പും ഇല്ലാതെ എങ്ങനെയോ ഒരു രീതിയിൽ നടന്നു പോകുന്നു. എന്നെങ്കിലും പൂട്ടുന്ന ഈ ഡെപ്പോസിറ്റേഴ്സിന് തന്നെ പലപ്പോഴും അവർ തന്നെ ഒന്ന് പറയും, എന്നാലും അവിടുന്ന് പൈസ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു താല്പര്യം കാണാറില്ല. അപ്പോൾ അത് ഇൻകം ടാക്സിന് ഇൻഫർമേഷൻ ഏത് സമയത്തും അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് അവർക്ക് ഡാറ്റയിൽ എടുക്കാൻ പറ്റും എന്നുള്ളത് ദയവായിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കി, ഡെപ്പോസിറ്റേഴ്സ് മനസ്സിലാക്കുക. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ റഡാറിൽ പെടാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോകാൻ പറ്റില്ല. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ തുച്ഛമായ പൈസ ടാക്സ് റിബേറ്റ് കിട്ടും, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ പോയി ഇത്രയും ഹൈ റിസ്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് ഞങ്ങളുടെ ഒരു സജഷൻ. വെറുതെ കാശ് കളയാതിരിക്കുക ഈ പറഞ്ഞ ഹൈ റിസ്ക് കാറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സുകളിലൊന്നാണ് ഇക്വിറ്റി. ലോകത്ത് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് എന്നും കഴിഞ്ഞ ഒരു 50 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ റിട്ടേൺസ്, ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയിട്ടുള്ളത് ഇക്വിറ്റി അസറ്റ് ക്ലാസ്സുകളിൽ തന്നെയാണ്. അതിൻ്റെ ടാക്സേഷൻ പോലും കുറച്ച് ബെനിഫിഷ്യലാണ് എന്നും മനസ്സിലാക്കുക. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് നേരിട്ട് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, വിസിറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സോ ഒക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. അപ്പം ഫർദർ ഡിസ്കഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ സൊസൈറ്റിയുടെ ഡെപ്പോസിറ്റുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ അതേപോലെ റിസ്ക് എന്നല്ല, റിസ്ക് എന്നുള്ളൊരു വേർഡ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ റിസ്കി ആയിട്ടുള്ള ബിസിനസ്സുകളിൽ മാത്രമേ കൂടുതൽ റിട്ടേൺസ് കിട്ടുള്ളൂ. അതുകൊണ്ട് സൊസൈറ്റിയിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്താൽ ബിസിനസ്സാണ് കൂടുതൽ റിട്ടേൺസ് കിട്ടും എന്നൊരു ധാരണയെ വേണ്ട. അതെന്താണെങ്കിലും ഒരു ഹൈ റിസ്കി കാറ്റഗറിയാണ്. ക്യാപിറ്റൽ ഫുള്ളായിട്ട് ഇറോഷൻ വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായിട്ടുള്ള നമ്മുടെ സൊസൈറ്റി തന്നെ അറിയാവുന്നതുമാണ്. അപ്പം ബി സേഫ്.